ഈ ഗവൺമെന്റിന്റെ ഈ നടപടി കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമായി നമുക്ക് ചിത്രീകരിക്കേണ്ടതായിട്ട് വരിക. നമ്മളോട് പറഞ്ഞിരുന്നത് 4-5 ലക്ഷം കോടിയുടെ കള്ളപ്പണം തിരികെ വരില്ല എന്നുള്ളതാണ്. നമ്മളോട് പറഞ്ഞിരുന്നത് ആ പണം തിരികെ വരാതിരുന്നാൽ അതൊരു ചരിത്ര നേട്ടമാകുമെന്ന നമ്മളോട് പറഞ്ഞിരുന്നത് അതിനു വേണ്ടിയാണ് ഈ യുദ്ധം എന്നുള്ളതാണ്. നമ്മളോട് പറഞ്ഞിരുന്നത് അതിനു വേണ്ടിയാണ് ഈ പോരാട്ടം എന്നുള്ളതാണ്. അതിനെ രാത്രി 8 മണിക്ക് ലൈവാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പ്രീ റെക്കോർഡ് സന്ദേശം ദൂരദർശനിലൂടെ നൽകി 500ഉം 1000ഉം നോട്ടും നിരോധിച്ച് അന്ന് രാത്രി 12:30 മണിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജപ്പാനിലേക്ക് പോയി. ജപ്പാനിൽ ചെന്ന് അദ്ദേഹം പ്രസംഗിച്ചു. 500ന്റെയും 1000ന്റെയും നോട്ട് മേനെ കദം കിയ. എന്നിട്ട് എന്റെ നാട്ടിലെ ജനങ്ങൾ ഇപ്പോ കല്യാണത്തിന് പണമില്ലാതെ കഷ്ടപ്പെടുകയാണെന്ന്. സ്വന്തം രാജ്യത്തെ പൗരന്മാർ കല്യാണത്തിന് പണമില്ലാതെ, സ്വന്തം മകളെ കെട്ടിക്കാൻ പണമില്ലാതെ കഷ്ടപ്പെടുകയാണെന്ന് ചിരിച്ചുല്ലസിച്ച് പറഞ്ഞൊരു പ്രധാനമന്ത്രി ലോകത്തുണ്ടെങ്കിൽ എന്റെ രാജ്യത്തിന്റെ ഗതികേട് അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നുള്ളത് ഇന്ന് ലോകം വിലയിരുത്തുന്നുണ്ട്. ജപ്പാനിൽ പോയി പ്രസംഗിക്കുകയാണ്. മേനെ കദം കിയ. നാട്ടിൽ കല്യാണത്തിന് പണമില്ലാതെ എന്റെ നാട്ടിൽ ജനങ്ങൾ ഇപ്പൊ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോ അദ്ദേഹം CD മാറ്റിയിട്ടു. ആദ്യമിട്ട CD കോമഡി ഫെസ്റ്റിവൽ ആണെങ്കിൽ പിന്നെ ഇട്ട CD കണ്ണീർ സീരിയലുകളാണ്. പിന്നെ അദ്ദേഹം ഇട്ട CD പിറ്റേ ദിവസം ഇവിടെ വന്നിട്ട് പറഞ്ഞു, മേരെ പ്യാരെ ദേശവാസിയോ. ഇത് കേട്ടാ തന്നെ ഇപ്പൊ ആളുകൾക്ക് പേടിയാണ്. കാരണം എന്തോ അപകടകരമായ ഒന്ന് പറയാനിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. പാലക്കാട്ടൊക്കെ സാറെ ചില ആളുകൾ ഇപ്പോ അലാറത്തിന് റിംഗ് ടോൺ ആയിട്ട് വെച്ചിരിക്കുന്നത് ഇയാളുടെ ഈ പ്രസംഗത്തിന്റെ വാചകമാണ്. അത് കേട്ടാൽ പിന്നെ ഒരിക്കലും ഉറങ്ങാൻ കഴിയില്ല എന്നാണ് ആളുകൾ പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, മേനെ ഘർ ചോട, മേനെ പരിവാർ ചോട. സാർ, ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാവാൻ അങ്ങയുടെ പ്രിയപത്നിയെ ഉപേക്ഷിക്കണമെന്ന് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനും അങ്ങയെ ഉപദേശിച്ചിട്ടില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ അങ്ങയുടെ വീട് ഉപേക്ഷിക്കണമെന്ന് കോൺഗ്രസിന്റെ എന്നല്ല രാജ്യത്തെ BJPയുടെ പ്രവർത്തകൻ പോലും അങ്ങയെ ഉപദേശിച്ചിട്ടില്ല. അങ്ങ് കുടുംബം ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങ് വീട് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങ് പത്നിയെ വഴിയാധാരമാക്കിയിട്ടുണ്ടെങ്കിൽ അത് ത്യാഗമല്ല, അത് അധികാര കൊതി കൊണ്ടുകൂടിയായിരുന്നു എന്നുള്ളത് ഇന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഈ നോട്ട് നിരോധനം കൊണ്ട് നാട്ടിലെ സാധാരണക്കാരൻ വലയുമ്പോ, ഈ നോട്ട് നിരോധനം കൊണ്ട് ഈ നാട്ടിലെ കച്ചവടക്കാരൻ വലയുമ്പോ, ഈ നാട്ടിലെ കർഷകൻ വലയുമ്പോ, ഈ നാട്ടിലെ പ്രവാസി വലയുമ്പോ, ഈ നാട്ടിലെ തൊഴിലാളി വലയുമ്പോ, ഈ നാട്ടിലെ കർഷക തൊഴിലാളി വലയുമ്പോ, ഈ നാട്ടിലെ വൃദ്ധൻ വലയുമ്പോ, ഈ നാട്ടിലെ വിദ്യാർത്ഥി ഫീസ് അടക്കാൻ കഴിയാതെ കഷ്ടപ്പെടുമ്പോ, ഒരു നേരത്തെ ആഹാരത്തിന് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയാൽ അവന്റെ കയ്യിലുള്ള പണത്തിന് ചില്ലറയില്ലെങ്കിൽ ഹോട്ടലിൽ ഭക്ഷണം പോലും കൊടുക്കാൻ, ഭക്ഷണത്തിന് കാശ് പോലും കൊടുക്കാതെ തിരിച്ചു വരേണ്ടി വരുന്ന ആളുകൾ, സാധാരണക്കാരൻ ഇവിടെ കഷ്ടപ്പെടുമ്പോ നിങ്ങൾ ഉലകം ചുറ്റുകയാണ്. നിങ്ങൾ ഈ രാജ്യത്തോട് പ്രതിബദ്ധതയുള്ളവനായിരുന്നെങ്കിൽ ഇത്രയും വലിയ തീരുമാനം, രാജ്യത്തിന്റെ പ്രചാരത്തിലിരിക്കുന്ന 86% കറൻസി സ്വിച്ചിട്ടതുപോലെ പിൻവലിക്കുമ്പോ ആ തീരുമാനം എടുത്തിട്ട് ഈ രാജ്യത്തെ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ പ്രയാസങ്ങൾക്കൊപ്പം നിന്ന് അതിന് പരിഹാരം കണ്ടെത്തുന്നതിന് പകരം ജപ്പാനിൽ പോയി ൂതുന്നതും ചെണ്ട കൊട്ടുന്നതുമാണ് ത്യാഗമെങ്കിൽ ആ ത്യാഗത്തിന്റെ ക്ലാസ് കോൺഗ്രസിന് എടുക്കരുത് എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് പറയാൻ ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നിങ്ങൾ വീട് ഉപേക്ഷിച്ചത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയല്ല. നിങ്ങൾ പത്നിയെ ഉപേക്ഷിച്ചത് ഈ രാജ്യത്തിന് വേണ്ടി ജയിലറകളിൽ പോകാനല്ല. നിങ്ങൾ നിങ്ങളുടെ നാട് ഉപേക്ഷിച്ചത് എന്ന് നിങ്ങൾ പ്രസംഗിച്ചത് ഈ നാടിന് വേണ്ടി ഒരു തൊഴിലാളി സമരത്തിൽ പങ്കെടുക്കാനല്ല. ഒരു തുള്ളി രക്തം ഈ നാടിന് വേണ്ടി ചിന്തിയ ചരിത്രം അങ്ങേക്കും അങ്ങയുടെ പ്രസ്ഥാനത്തിനുമില്ല മിസ്റ്റർ നരേന്ദ്രമോദി. ഈ രാജ്യത്തിന് വേണ്ടി ഒരു ദിവസം ജയിലിൽ കിടന്നതിന്റെ ചരിത്രം അങ്ങേക്കില്ല. ഒരു തൊഴിലാളി സമരത്തിന് വെയിൽ കൊണ്ടതിന്റെ ചരിത്രം അങ്ങേക്കില്ല. ഒരു കർഷകനോടൊപ്പം ഒരു നേരം ഇരുന്ന് ഒരു പോരാട്ടം നയിച്ചതിന്റെ ചരിത്രം ഇന്ത്യയിൽ എവിടെയും ഞങ്ങൾ വായിച്ചിട്ടില്ല. അങ്ങയുടെ ത്യാഗം എന്നങ്ങ് പറയുന്നത് 3 തവണ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാവാൻ, അങ്ങയുടെ ത്യാഗമെന്നങ്ങ് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ, അങ്ങയുടെ ത്യാഗമെന്നങ്ങ് പറയുന്നത് 2.5 കൊല്ലക്കാലം കൊണ്ട് 1400 കോടി രൂപ ചെലവാക്കി 61 രാജ്യങ്ങൾ സഞ്ചരിക്കാനുള്ള അങ്ങയുടെ ആഗ്രഹത്തെയാണ് ത്യാഗമെന്ന് വിളിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് ആ പദം കുറച്ചുകൂടി വിലപ്പെട്ടതാണ്.
ഞങ്ങൾക്ക് ആ പദത്തിന് കുറച്ചുകൂടെ പ്രാധാന്യമുണ്ട്. കാരണം ഞങ്ങൾ ത്യാഗം എന്തെന്ന് കേട്ടതും അറിഞ്ഞതും പഠിച്ചതും കോൺഗ്രസിന്റെ നേതാക്കന്മാരിൽ നിന്നാണ്. വെള്ളക്കാരിൽ നിന്ന്, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ കോൺഗ്രസിന്റെ നേതാക്കന്മാരിൽ നിന്ന് കോട്ടും ബൂട്ടും സൂട്ടുമണിഞ്ഞ് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഇന്ത്യയിലെ പട്ടിണി പാവങ്ങളെ കരുതി ഞാൻ കോട്ടിട്ട് നടക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞ് ഒരു മുണ്ടും ഒരു മേൽമുണ്ടുമായി അർദ്ധനഗ്നനായ ഫക്കീറായി ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന ഗാന്ധിയാണ് ത്യാഗമെന്നുള്ളത് ഞങ്ങളെ പഠിപ്പിച്ച നേതാവ്. നിങ്ങൾ ഓർക്കണം, ത്യാഗത്തെ പറ്റി പ്രസംഗിക്കുമ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെയ്തതെന്താണെന്ന് നിങ്ങൾ ഓർക്കണം. ത്യാഗത്തെ സംബന്ധിച്ച് പ്രസംഗിച്ചപ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്വന്തം വസ്ത്രം ഈ രാജ്യത്തിന് വേണ്ടി ഒരു മേൽമുണ്ടും മുണ്ടും മാത്രമാക്കി എടുക്കാൻ തീരുമാനിച്ച ഗാന്ധിക്ക് പകരം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ബറാക് ഹുസൈൻ ഒബാമയെ കാണാൻ വേണ്ടി പോയപ്പോൾ സിംഗപ്പൂരിൽ നിന്ന് പ്രത്യേകം ഡിസൈൻ ചെയ്ത 10 ലക്ഷം രൂപയുടെ കോട്ട് മണിഞ്ഞിട്ട് അതിൽ സ്വർണത്തിന്റെ നൂല് കൊണ്ട് നരേന്ദ്രമോദി എന്ന് തലങ്ങും വിലങ്ങും എഴുതി വെച്ചവർ ത്യാഗത്തെ പറ്റി ഞങ്ങൾക്ക് ക്ലാസ് എടുക്കരുത് എന്ന് ഞങ്ങൾ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ രാജ്യം വിലക്ക് വാങ്ങാനുള്ള സമ്പത്തുണ്ടായിരുന്ന കുടുംബത്തിൽ നിന്നാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കടന്നു വന്നത്. ലോകത്തെ ഏറ്റവും ദീർഘവീക്ഷണമുള്ള നേതാവ്, ഈ ലോകത്തെ ഏറ്റവും ദീർഘവീക്ഷണമുള്ള നേതാവ് ഏതെങ്കിലും ഏജൻസി നടത്തുന്ന PR വർക്കിന്റെ ഭാഗമായി ലഭിക്കുന്ന കയ്യടികളല്ല, അതിന്റെ പേരിൽ ലഭിക്കുന്ന പത്രവാർത്തകളല്ല. ലോകമേ തറവാടെന്ന ആ ഉജ്ജ്വല മുദ്രാവാക്യത്തോടൊപ്പം ഇന്ത്യയെ കൈപിടിച്ച് നടത്തിയ ഏറ്റവും ദീർഘവീക്ഷണമുള്ള നേതാവ് സ്വന്തം ജീവിതത്തിൽ 8-9 വർഷക്കാലം പല തവണയായി ഇന്ത്യയുടെ ജയിലറകളിലായിരുന്നു. വെള്ളക്കാരനോട് സമരം ചെയ്തതിന്റെ പേരിൽ, വെള്ളക്കാരനോട് യുദ്ധം ചെയ്തതിന്റെ പേരിൽ, വെള്ളക്കാരനെതിരെ പോരാട്ടം നയിച്ചതിന്റെ പേരിൽ ആ സമ്പത്ത് മുഴുവൻ ഉപേക്ഷിച്ച് തടവറകൾക്കുള്ളിൽ നിന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ നെഹ്റു ഞങ്ങളെ പഠിപ്പിക്കട്ടെ ത്യാഗം എന്താണെന്ന്. ഞങ്ങൾക്കത് ബോധ്യം വന്നെന്ന് വരും, ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യം വന്നെന്ന് വരും. അതല്ലാതെ പ്രധാനമന്ത്രി പദം കിട്ടിയപ്പോ രാവിലെ റഷ്യയിൽ പ്രാതലും ഉച്ചക്ക് അഫ്ഗാനിസ്ഥാനിൽ ഉച്ചഭക്ഷണവും വൈകുന്നേരം ചായക്ക് ലാഹോറിലേക്ക് വണ്ടി തിരിച്ച് നവാസ് ഷെരീഫിനെ കെട്ടിപ്പിടിച്ച് വിവാഹ മംഗളാശംസകൾ അളിയ എന്ന് പറഞ്ഞ് രാത്രി ഭക്ഷണം കഴിക്കാൻ ഇന്ത്യയിലേക്ക് വരുന്ന വിദേശ സഞ്ചാരപ്രിയമല്ല നെഹ്റുവിന്റെ ത്യാഗം എന്നുള്ളത് അങ്ങേക്കറിയണം. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അത് ബോധ്യമുണ്ട്. അങ്ങ് രാജ്യത്തിന് വേണ്ടി കണ്ണീരൊഴുക്കുന്നവരാണ്, അങ്ങ് രാജ്യത്തിന് വേണ്ടി കരഞ്ഞു പ്രസംഗിക്കുന്നവരാണ്. പ്രിയമുള്ളവരെ, ലോകത്തെ വൻകിട നേതാക്കന്മാർ അവർ പൊതുയോഗങ്ങളിൽ കരഞ്ഞവരല്ല, അവർ ലോകത്തിന്റെ മുന്നിൽ കരഞ്ഞഭിനയിച്ചവരല്ല. പക്ഷെ ലോകത്തെ ഏകാധിപതികൾ, മുസോളിനിയെ പോലെ, ഹിറ്റ്ലറെ പോലുള്ള ആളുകൾ ജനങ്ങളെ വികാരപരമായി കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി അവർ കണ്ണീരൊഴുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഗാന്ധി പൊതുയോഗത്തിൽ കരഞ്ഞവരല്ല, നെഹ്റു പൊതുയോഗത്തിൽ കരഞ്ഞവരല്ല, ഇന്ദിരാഗാന്ധി പൊതുയോഗത്തിൽ കരഞ്ഞവരല്ല. എന്ന് മാത്രമല്ല, ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി ഞാൻ നിലകൊണ്ടതിന്റെ പേരിൽ എന്റെ ജീവൻ ബലിയർപ്പിക്കപ്പെടേണ്ടി വരികയാണെങ്കിൽ മൈ മാർട്ടിയർഡം വിൽ നോട്ട് ബി ആൻ എൻഡ്, ഇറ്റ്സ് എ ബിഗിനിങ്. എന്റെ രക്തസാക്ഷിത്വം ഒരു ഒടുക്കമല്ല, അതൊരു തുടക്കമായിരിക്കുമെന്ന് പറഞ്ഞ് സ്വന്തം ഗർഭപാത്രത്തിലേക്ക് ഡസൻ കണക്കിന് വെടിയുണ്ടകൾ ഏറ്റുവാങ്ങി ഈ മണ്ണോട് ചേർന്ന ഇന്ത്യയുടെ ഇന്ദിര പറയട്ടെ ത്യാഗം എന്താണെന്ന്. അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യം വരും. ഒരു നേരത്തെ ഭക്ഷണം പോലും ഈ നാടിന് വേണ്ടി ഒഴിവാക്കാൻ കഴിയാതെ ഹിമാചൽ പ്രദേശത്തിൽ നിന്നുള്ള 34,000 രൂപയുടെ കൂൺ കഴിക്കുന്ന പ്രധാനമന്ത്രിയാണ് ഇന്ത്യക്ക് ത്യാഗത്തെ പറ്റി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ രാജീവ് ഗാന്ധി പറയട്ടെ ത്യാഗം എന്താണെന്ന്. ഈ വഴി നേരെ അങ്ങ് പോയാൽ കോയമ്പത്തൂരിലേക്കെത്തും, അവിടുന്ന് പോയാൽ ശ്രീപെരുമ്പത്തൂരിലേക്കെത്തും. ഇന്ത്യയുടെ ഐക്യം, ഇന്ത്യയുടെ അഖണ്ഡത, അതിനുവേണ്ടി നിലപാടെടുത്തതിന്റെ പേരിൽ തമിഴ് പുലികൾ ഛിന്ന ഭിന്നമാക്കിയ സ്വന്തം തലച്ചോറ് പോലും ബാക്കി വെക്കാതെ ഇന്ത്യയുടെ ഇന്റലിജൻസ് ബ്യൂറോ അങ്ങയുടെ ജീവൻ അപകടത്തിലാണെന്ന് പറഞ്ഞപ്പോ ഐ വാല്യൂ മൈ കൺട്രി മോർ ദാൻ മൈ ലൈഫ്, എന്റെ ജീവിതത്തെക്കാൾ എനിക്ക് വലുത് എന്റെ രാജ്യമാണെന്ന് പറഞ്ഞ സ്വന്തം തലച്ചോറ് പോലും ബാക്കി വെക്കാതെ ഈ മണ്ണോട് ചേർന്ന രാജീവ് ഗാന്ധി പറയട്ടെ ത്യാഗം എന്താണെന്ന്. ജീവൻ എടുത്തവരുടെ ചരിത്രമല്ല കോൺഗ്രസിന്, ജീവൻ കൊടുത്തവരുടെ ചരിത്രമാണ് കോൺഗ്രസിനുള്ളത്.
ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം കൈവെള്ളയിൽ വന്നപ്പോ ഹർകിഷൻ സിംഗ് സുർജിത്തിനെ പോലുള്ള ആളുകൾ മാം അങ്ങ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവണമെന്ന് സോണിയാഗാന്ധിയോട് പറഞ്ഞപ്പോ എന്റെ അധികാരമല്ല കൈവെള്ളയിലുള്ള പ്രധാനമന്ത്രി സ്ഥാനം, അതല്ല എനിക്ക് വലുത്, ഈ രാജ്യത്തിന്റെ സമാധാനമാണ്. ഞാൻ പ്രധാനമന്ത്രി ആയതിന്റെ പേരിൽ ഇന്ത്യയിൽ ഒരു കുഴപ്പമുണ്ടായിക്കൂടാ എന്ന് പറഞ്ഞ് ആ പ്രധാനമന്ത്രി പദം അതെടുത്ത് 2% പോലുമില്ല എന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ആ സിഖ് സമുദായത്തിൽ നിന്ന് കടന്നു വന്ന ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധനായ ഡോക്ടർ മൻമോഹൻ സിംഗിനെ ഏൽപ്പിച്ചപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തേക്കാൾ രാജ്യത്തിന്റെ സമാധാനമാണ് വലുതെന്ന് പറഞ്ഞ സോണിയാഗാന്ധി പറയട്ടെ ത്യാഗം എന്താണെന്നുള്ളത് അത് ഞങ്ങൾക്ക് ബോധ്യം വരും. സ്വന്തം പിതാവിന്റെ ചിത കൊളുത്തിയിട്ട് നാളെ ആ വഴിയെ ഞാൻ സഞ്ചരിക്കേണ്ടി വരുമെന്നറിയാതെ പിൽക്കാലത്ത് ആ വഴിയിലേക്ക് ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ കാവലാളാവാൻ വേണ്ടി പൊതുപ്രവർത്തന രംഗത്തേക്ക് നിങ്ങൾ പരിഹസിക്കുമ്പോഴും കളിയാക്കുമ്പോഴും ഉറച്ച നിലപാടുകളും ഉറച്ച മതേതര മൂല്യങ്ങളും ഈ രാജ്യത്തെ ചെറുപ്പക്കാരെ സംബന്ധിച്ചുള്ള കൺസേണുമുള്ള ഇത്തരം നാടക അഭിനയങ്ങളിൽ വിശ്വസിക്കാത്ത രാഹുൽ ഗാന്ധി പോലും പറയട്ടെ ത്യാഗം എന്താണെന്നുള്ളത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ബോധ്യം വരും. അദ്ദേഹം